ഈ വിൽപത്രവും നന്ദനയുടെ പേരില. എന്നുവെച്ചാൽ ഇതിൽ പറയുന്ന വസ്തുവകകളും അനുഭവിക്കാനുള്ള യോഗ്യേ ആ പെണ്ണിനാ. ഒന്ന് കേട്ടോളൂ. എനിക്ക്, അതായത് നടേ പറഞ്ഞ സേതുലക്ഷ്മിക്ക് പാരമ്പര്യമായി ഉദയന്നൂർ കോവിലകത്ത് നിന്ന് ലഭിച്ച 1.5 ഏക്കർ ഭൂമി വെച്ചനുഭവിക്കാനുള്ള പൂർണ്ണമായ അവകാശവും കൂടാതെ കോവിലകത്തിന്റെ ഭാഗമായ ഔട്ട് ഹൗസിന്റെ ഉടമസ്ഥാവകാശവും അതിനു പുറമെ, കേട്ടോണേ സിസ്റ്ററെ, ജില്ലാ സഹകരണ ബാങ്കിൽ 1-ാം നമ്പർ ശാഖയിൽ എന്റെ പേരിലുള്ള സ്ഥിര നിക്ഷേപമായ 70 ലക്ഷം രൂപയും 70 lakhs രൂപയുടെ അവകാശവും മേൽപ്പറഞ്ഞ സഹോദരി പുത്രിയായ നന്ദന PS ആയിരിക്കുമെന്നും ഈ വിൽപത്രപ്രകാരം വ്യവസ്ഥ ചെയ്യുന്നു. എങ്ങനെയുണ്ട് സിസ്റ്ററെ? ഇതാണ് സംഗതി. വേണമെങ്കിലേ നേരിട്ട് വായിച്ച് ബോധ്യപ്പെടാം. അതോ ഞാൻ ഒന്നുകൂടി വായിച്ചു കേൾപ്പിക്കണോ? വേണ്ട. ഈ വില്ല് അനുസരിച്ചുള്ള സ്വത്ത് നന്ദന അനുഭവിച്ചോട്ടെ എന്നാണ് പൊതുവിൽ ഞാൻ പ്രഖ്യാപിച്ചത്. അതില് ആരും എതിർപ്പ് പറഞ്ഞൂല്ല. പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോ എനിക്ക് തോന്നി, എന്തിനാണ് ആ മുതൽ അവൾക്ക് കൊടുക്കുന്നതെന്ന്? സുമിത്രയുടെ ആ ജന്മശത്രുവല്ലേ നന്ദന? എന്റെ ശത്രുവാണ്. അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും ശത്രുവിനെ സഹായിക്കാറുണ്ടോ? അത് അവനവനോട് തന്നെ കാണിക്കുന്ന ദ്രോഹമല്ലേ? ആത്മദ്രോഹം. എല്ലാവരും കരുതുന്ന പോലെ ഇതെല്ലാം നന്ദന എന്ന് സ്ഥാപിച്ചാൽ ഈ വിൽപത്രത്തിലുള്ള സകലതും നമ്മൾ അവതരിപ്പിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് നന്ദന വഴി നമ്മുടെ കയ്യിലിരിക്കും. എന്റെയും സുമിത്രയുടെയും കയ്യിലിരിക്കും. MC റോഡിന്മേൽ മുട്ടിയുരുമ്മി 1.5 ഏക്കർ ഔട്ട് ഹൗസ്, പിന്നെ 70 ലക്ഷം ക്യാഷായിട്ട് 50-50 ആയിട്ട് വീതിക്കാം. അല്ലെങ്കിൽ വേണ്ട, 60-40 ആയിക്കോട്ടെ. സുമിത്രയ്ക്ക് 60%, എനിക്ക് 40 മതി. ആക്രാന്തശാലിയല്ല ഞാൻ. എന്തു പറയുന്നു നമ്മുടെ അലയൻസിനെ പറ്റി? മനപ്പായസാണ് ഉണ്ണുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനാ വെറുതെ പാത്രം ഒരുക്കി നടക്കുന്നത്? നന്ദന ശിവരാമേട്ടന്റെ മോളാണെന്ന് എല്ലാവർക്കും അറിയാം. അവളുടെ അമ്മ ഉദയന്നൂരെ വിദ്യാഭാരതിയാണെന്നും അറിയാം. പിന്നെ എന്തിനാ? പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയണോ? സുമിത്രയുടെ ഭർത്താവായിരുന്ന ശിവരാമന് എന്റെ ഭാര്യയായ വിദ്യാഭാരതിയിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു. പെൺകൊച്ചാണ് അത്. പക്ഷേ ഈ നന്ദനയല്ല. സഹോദരി അത്രയും ഒന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞാ മതി. വിദ്യയുടെ മകളായ നന്ദന എവിടെയാണെന്ന് നമുക്കറിയില്ല. ഇവളാണ് നന്ദന എന്ന് ധൈര്യമായിട്ട് പറയാൻ ആരും ഒട്ടും ഇല്ല താനും. പ്രസവിച്ച് അധികം വൈകാതെ കുട്ടിയെ ഉപേക്ഷിച്ച വിദ്യയ്ക്ക് എങ്ങനെ അറിയാം ഇതാണ് നന്ദന എന്ന്? ശിവരാമനും ഇല്ല. അന്നത്തെ കഥകൾ ആധികാരികമായിട്ട് പറയാൻ അർഹതയുള്ള ഒരേ ഒരാൾ സുമിത്രയാണ്. കിട്ടാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് ചുമ്മാ ഒന്ന് വിചാരിച്ചു നോക്ക്. കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ടേ സുമിത്ര ഈ വാടക വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലോട്ട് മാറുന്നു. വെറും വീടല്ല, അടിപൊളി ഗാർഡൻ, സ്വിമ്മിംഗ് പൂൾ, സെൻട്രലൈസ്ഡ് AC ഉള്ള ഒരു ബംഗ്ലാവ്. എന്തേ? ഞാൻ നന്നേ ബുദ്ധിമുട്ടിയാണ് ഇപ്പൊ ജീവിക്കുന്നത്. അറിയാലോ എനിക്കെല്ലാം. പൈസയ്ക്ക് നല്ല പ്രയാസമുണ്ട്. അതെ. പക്ഷേ ഇപ്പൊ പറഞ്ഞ ബംഗ്ലാവിൽ കിടന്ന എനിക്ക് ഉറക്കം വരില്ല. ഞാൻ വളർത്തിയ കുട്ടിയല്ല ശരിക്കുള്ള നന്ദനെന്ന് പറഞ്ഞ കുറെ പേര് വിശ്വസിക്കും. ചിലപ്പോ സ്വത്തും കിട്ടുമായിരിക്കും. ചിലപ്പോഴല്ല, കിട്ടും. ഡെഫിനിറ്റാ. ശിവരാമേട്ടന് നന്ദനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എനിക്കിഷ്ടമല്ല അവളെ. കണ്ണിന് കണ്ടൂടാ. പലതരത്തിൽ നന്ദനെ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട് എന്ന് കരുതി അവളുടെ ജീവിതം പാടെ തകർത്ത് കളയുന്ന ഒരു പ്രവൃത്തി, അതിലേക്ക് പോവാൻ ഇപ്പൊ എന്റെ മനസ്സനുവദിക്കുന്നില്ല. അങ്ങനെ ചെയ്ത ശിവരാമേട്ടന്റെ ആത്മാവ് ഒരിക്കലും എന്നോട് പൊറുക്കില്ല. ഈ ആത്മാവെന്നൊക്കെ പറയണതേ ഇല്ലായിരിക്കാം. സാറങ്ങനെ വിശ്വസിച്ചോ?
അതുകൊണ്ട് ആത്മാവില്ലാന്ന് ഞാൻ വിശ്വസിക്കണമെന്നുണ്ടോ? എന്റെ ദുരിതങ്ങളും സങ്കടങ്ങളുമായി ഞാൻ ഇവിടെങ്ങാണ് ഒതുങ്ങിക്കഴിഞ്ഞോളാം. ഉപദ്രവിക്കാണ്ടിരുന്നാ മതി. അത് സാരമില്ല. നിങ്ങൾക്ക് നഷ്ടം വരാതിരുന്നാ പോരെ. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി എന്തിനാ പ്രസാദെ പറയുന്നത്? എല്ലാം ഒന്ന് മാറാൻ പോവാ. അതെന്തിനാ പ്രസാദ് അറിയുന്നത്? ചിലപ്പോ വേണ്ടി വരും. ഏയ് അല്ലല്ല, നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഫോണിൽ പറയേണ്ട കാര്യമല്ല. നമുക്ക് കടയിൽ വെച്ച് കാണാം. ഞാൻ വരാം. ശരി, ഓക്കെ. ഏത് പ്രസാദിനോടാ സംസാരിച്ചത്? നിന്റെ തുണിക്കട വാടകയ്ക്കെടുത്ത് നടത്തുന്ന പ്രസാദാണോ? എന്താ കാര്യം? കാര്യമുണ്ട്. നീ അധികപ്പറ്റായി വാങ്ങിയ പൈസ അയാൾ തിരിച്ചു ചോദിച്ചു കാണും. അല്ലാതെ എന്താ? ഇന്ന് എന്ത് പറ്റി നേരത്തെ എഴുന്നേക്കാൻ? സാധാരണ 11 മണിക്കാണല്ലോ പള്ളിയുറക്കം കഴിയുന്നത്. ഇന്നിപ്പോ 9:30 ആവുന്നതേ ഉള്ളൂ. ഇനി പല പതിവുകൾക്കും മാറ്റം വരും. അതെ, ഇവിടെ അത് തന്നെയാ സ്ഥിതി. പല പതിവുകളും മാറിയേ പറ്റൂ. പഞ്ചസാര തീരാറായി. പാലിന്റെ പൈസ കഴിഞ്ഞ മാസം കൊടുത്തിട്ടില്ല. മധുരമായിട്ട് ചായ കുടിക്കുന്ന പതിവേ അതും മാറും. പിന്നെ പിന്നെ കട്ടൻ ചായ കുടിക്കുന്ന പതിവും മാറും. ഈ നെഗറ്റീവ് വർത്തമാനം ഒന്ന് നിർത്താവോ? എങ്കിൽ അമ്മ രക്ഷപ്പെടും. എനിക്കിനി രക്ഷപ്പെടണമെന്നില്ല. നീ ഒന്ന് രക്ഷപ്പെട്ട് കണ്ടാ മതി. അതിനുള്ള വഴി നോക്കിക്കൊണ്ടിരിക്കുക ഞാൻ. ഡിസംബറോടെ എന്റെ സമയം മാറുന്നു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോ അമ്മയ്ക്ക് പുച്ഛമായിരുന്നല്ലോ. ഡിസംബർ കഴിഞ്ഞാൽ ജനുവരി വരും, അല്ലാതൊരു ചുക്കും സംഭവിക്കില്ലെന്ന് അമ്മ പറഞ്ഞത്. ഇതേ നവംബർ പകുതി കഴിഞ്ഞതേ ഉള്ളൂ. ചില ചേഞ്ചസ് വരുന്ന ലക്ഷണം ഇപ്പോഴേ ഉണ്ട്. ചേഞ്ചിന്റെ ഭാഗമായിട്ട് പോലീസുകാർ വീട്ടിൽ കയറി വരാതിരുന്നാ മതിയായിരുന്നു. ഇനി അതിന്റെ കൂടെ ഒരു കുറവേ ഉള്ളൂ. മനീഷേ, മനീഷേ, മനീഷേ. ഓ, പിന്നെ വന്നോ? വന്നു. സോമേട്ടന് രാവിലെ സ്കൂളോട്ടം ഉണ്ട്. അതുകൊണ്ട് എന്നെ പഠിക്ക കൊണ്ടുവിട്ടിട്ട് പോയി. എന്താ ഇത്ര രാവിലെ? വൈകിട്ട് ലൈലയും കൊണ്ട് ആശുപത്രി പോണം. കൊച്ചിന് ഭയങ്കര മനമറിച്ചലും ഛർദിലും. കേട്ടിട്ട് മുഖം തിരിക്കണ്ട. വയറിന് പിടിക്കാത്ത ഒന്നും കഴിച്ചിട്ടല്ല ഛർദില്. പിന്നെ എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയണ്ടല്ലോ. ഞാൻ ഇന്നലെ ഫോൺ വിളിച്ചിട്ട് സുമിത്രേച്ചി എടുത്തില്ല. അതെന്താ? എപ്പോ വിളിച്ചു? സന്ധ്യയ്ക്ക്. ഫുൾ ബെല്ലും ഉണ്ടായിരുന്നു. ഞാൻ കേട്ടില്ല. കേക്കത്തില്ല. കല്യാണം കഴിയാതെ ഗർഭിണിയായ ഒരു പെണ്ണ് ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ചേച്ചി ഫോണിന്റെ ബെല്ല് കേൾക്കുമായിരുന്നു, ഫോണും എടുക്കുമായിരുന്നു. ഈ ഞായറാഴ്ച പഞ്ചായത്ത് ഓഫീസ് കമ്മിറ്റിയുണ്ട്. അവിടെ ലൈലയുടെ വിഷയം അവതരിപ്പിക്കാമെന്നാ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കേസ് കൊടുക്കണോ വേണ്ടയോന്ന് എല്ലാരും കൂടി പറയട്ടെ. തന്നെയല്ല, ഇനിയിപ്പോ ഒളിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഒളിച്ചു വെക്കാനോട്ട് പറ്റത്തുമില്ല. 3 മാസം കൂടി കഴിയുമ്പോ പെണ്ണിന്റെ വയററിഞ്ഞു തുടങ്ങും. അന്നേരം പെരയ്ക്കകത്തൊന്ന് പുറത്തിറങ്ങാതിരിക്കാൻ ഒക്കുവോ? അതിനുള്ള പരിഹാരം ഞാൻ പറഞ്ഞതാ. ലൈലയെ മനീഷ് കല്യാണം കഴിച്ചോളാന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ മറന്നോ? അപ്പൊ അത് വേണ്ട. നഷ്ടപരിഹാര തുക മതി. പൈസ കിട്ടിയ ഗർഭത്തിന്റെ കാര്യം നാട്ടുകാരറിയില്ലേ? അന്നേരം അവളുടെ വയറ് മറ്റുള്ളവർ കാണുമല്ലോ. അത് ഞങ്ങൾ നോക്കിക്കോളാം. എന്തായാലും ആ ഗർഭം വേണ്ടാന്ന് വെക്കില്ല. അതൊരു വാശിയാ. കൊച്ചില്ലാതായി കഴിഞ്ഞാ അതോടെ ആ അധ്യായം അവസാനിക്കുമല്ലോ. പിന്നെ മനീഷിന് ആ ടെൻഷൻ ഒഴിവായി കിട്ടും. അങ്ങനെ ഇപ്പൊ ഒഴിവായി കിട്ടണ്ട. വയനാട്ടിൽ എന്റെ ഒരു അമ്മാവനുണ്ട്. ലൈലയെ ഞാൻ അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കും. അവൾ അവിടെ വെച്ച് പ്രസവിക്കട്ടെ. പക്ഷെ കുഞ്ഞുമായിട്ട് കുറെ നാൾ കഴിയുമ്പോ ഈ നാട്ടിലേക്ക് തന്നെ വരും. മനീഷിന്റെ കൺവട്ടത്തിൽ ലൈലയും കൊച്ചിനെയും താമസിപ്പിക്കുകയും ചെയ്യും. അപ്പോഴേക്ക് ഇയാള് വേറെ കല്യാണം കഴിക്കുമല്ലോ. അന്നേരവാ ശരിക്കും ടെൻഷൻ അനുഭവിക്കാൻ പോകുന്നത്. ഞങ്ങളെ വെറുതെ വിടില്ലാൻ തീരുമാനിച്ചിരിക്കല്ലേ? ചെയ്യാൻ വേണ്ടി ഞങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച കാര്യങ്ങളാ ഈ പറഞ്ഞതല്ല. അപ്പോഴാ അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അതെന്തിനാന്നറിയാൻ വേണ്ടിയാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എന്താ ചേച്ചി കാര്യം? ഇവിടെ ആര് പറഞ്ഞു നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ? ആഹാ,
അത് കൊള്ളാലോ. വിളിച്ചു വരുത്തിയിട്ട് ഒരുമാതിരി. സ്റ്റാൻഡിൽ ചെന്ന് സോമേട്ടനെ കണ്ടാ പറഞ്ഞത് അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വരണമെന്ന്. നിങ്ങളെ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും. അല്ല, ഞാൻ ആളെ വിട്ട് ലൈലയുടെ അച്ഛനെ വിവരം അറിയിച്ചത്. കേട്ടല്ലോ, നിങ്ങൾ യാതൊരു വിവരങ്ങളും അറിയുന്നില്ല ചേച്ചി. എന്തിനാണ് ഇവരെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? അവരുടെ വീട്ടിലേക്ക് ചെല്ലാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്. ദേ, അമ്മയും കൂടി അറിയേണ്ട കാര്യമാ. അല്ല, ലൈലയുടെ വീട്ടിലേക്ക് അമ്മ വരുമോ? ആ, ദേ ഇതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അതെന്തിനാന്നാ ഞാൻ ചോദിച്ചത്. ആ, അതറിയാനാ ഞാനിവിടെ നിൽക്കുന്നത്. 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുമല്ലേ? അത് തരാൻ ഞാൻ തയ്യാറാണ്. മനീഷേ, അതൊരു കണ്ടീഷൻ. മറ്റൊരു കണ്ടീഷൻ കൂടിയുണ്ട്. ഞാൻ ലൈലയെ കല്യാണം കഴിക്കാൻ ഒരുക്കമാണ്. ഡിസംബർ 1 മുന്നേ പറഞ്ഞ തുക തന്നിരിക്കും, 5 ലക്ഷം രൂപ. അതല്ലെങ്കിൽ ഒരു സമയം കുറിച്ച് ഞാനും ലൈലയുമായിട്ടുള്ള കല്യാണം. എന്തായാലും രണ്ടും കൂടി പറ്റത്തില്ല. ഒന്നുകിൽ നഷ്ടപരിഹാരം, അല്ലെങ്കിൽ കല്യാണം. എന്തൊക്കെയാണ് നീ വിളിച്ചു പോകുന്നത്? കേട്ടിട്ട് മനസ്സിലായില്ലേ? മനീഷേ, എനിക്ക് കേൾക്കേണ്ടിയിരുന്നത് നിന്റെ ഈ വാക്കാ. ലൈലയെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്നുള്ള വാക്ക്. ഒരാണിന്റെ തന്റെ ഇടത്തോടെ മനീഷ് ഇത് പറയാൻ വേണ്ടിയാ ഞാൻ കാത്തു നിന്നത്. അല്ലാതെ നിങ്ങളുടെ 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയല്ല. മോളുടെ മാനത്തിനും ജീവിതത്തിനും വിലയിടാൻ മാത്രം തരം താഴ്ന്നിട്ടില്ല ചന്ദ്രിക. സുമിത്രേച്ചി, ഇപ്പൊ എനിക്ക് നിങ്ങളോട് മതിപ്പുണ്ട്. അന്തസ്സുള്ള ഒരു ആൺകുട്ടിയുടെ അമ്മയെന്ന നിലയ്ക്കുള്ള മതിപ്പ്. ഇത്രയും തീരുമാനിച്ച മനീഷ് തന്നെ ബാക്കിയും തീരുമാനിക്കട്ടെ. പിന്നൊരു കാര്യമുണ്ട്. ആലോചനയും തീരുമാനമൊക്കെ ഞാനും സോമേട്ടനുമായിട്ട് മതി. ലൈലയെ വിളിക്കണ്ട. അത് കല്യാണം കഴിഞ്ഞിട്ടാട്ടെ. പോട്ടെ ചേച്ചി. എടാ മനീഷേ, മനീഷേ, എന്താ അമ്മേ? എന്ത് ഭാവിച്ച മനീഷേ? ചന്ദ്രികയോട് നീ എന്തൊക്കെയാ പറഞ്ഞത്? അമ്മയും കേട്ടതല്ലേ, പിന്നെന്താ? ഡിസംബർ 1 തീയതിക്ക് മുമ്പ് 5 ലക്ഷം രൂപ നീ അവർക്ക് എടുത്തിട്ട് കൊടുക്കുന്നോ? എന്ത് ധൈര്യത്തിലാ നീ പറഞ്ഞത്? അവരെങ്ങാനോ അത് സമ്മതിച്ചിരുന്നെങ്കിലോ? സമ്മതിച്ചാ പൈസ കൊടുക്കും, അല്ലാതെന്താ? ആര് കൊടുക്കാനാ? ഞാൻ. 5 ലക്ഷം രൂപയോ? എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ? 50 രൂപ തികച്ചെടുക്കാനുണ്ടോ നിന്റെ കയ്യില്? ദേ, ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കും. അമ്മയോട് ആരും പൈസ ചോദിച്ചു വരില്ല, പോരെ? ഒന്ന് നിന്നേടാ അവിടെ. രാവിലെ നീ പറഞ്ഞു സമയം മാറാൻ പോവാണെ എല്ലാം ശരിയാവുന്ന്. ഇപ്പൊ ചന്ദ്രികയോട് പറഞ്ഞു 5 ലക്ഷം രൂപ തരാൻ റെഡിയാണെന്ന്. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? വല്ല തിരിമറി കമ്പനിയിൽ ചെന്ന് പെട്ടോ? കേട്ടിട്ട് എനിക്ക് പേടി തോന്നുന്നു. അമ്മയ്ക്കിതെന്താ? ഞാനെന്താ കള്ളത്തരവും കറക്കമ്പനിയായിട്ട് നടക്കുവാണോ? പിന്നെ എന്താ നിന്റെ മനസ്സിൽ നിന്നൊന്നും തുറന്നു പറ. പൈസക്ക് നീ കണ്ടുവച്ച വഴി എന്താന്ന് പറ. നേർവഴി തന്നെയാ. സമയമാകുമ്പോ അറിഞ്ഞാ മതി. അതിന്റെ പേരിൽ ഒരു പ്രശ്നത്തിനും ആരും ഇങ്ങോട്ട് വരില്ല, അത്രയും ഉറപ്പു തരാം. അതുപോരെ? എടാ, എന്തൊക്കെയാണ് ദൈവമേ. എനിക്ക് തോന്നി കടയിൽ പോയതായിരിക്കും. എന്നാ പിന്നെ ഇവിടെ കാത്തിരിക്കാന്ന് തന്നെ വിചാരിച്ചു. ഒരു കാര്യം പറഞ്ഞു, നമസ്തേ പറയാൻ. നമസ്തേ. വാതിലൊന്നും തുറക്കണമെന്നില്ല. ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കാനേ ഉദ്ദേശിക്കുന്നുള്ളൂ. മുറിക്കുള്ളിലേക്ക് കയറുന്നില്ല. ആ, എനിക്ക് വീടിനകത്തേക്ക് കയറാമോ? ഓ, അത് വേണം, അത് വേണം, അത് വേണം. ഓ, വലിയ തമാശക്കാരിയാ. ആ, പിന്നെ കുടിക്കാനൊന്നും എടുക്കണ്ടാട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയാ പിന്നെ ഇടയ്ക്ക് ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്ന ശീലം പണ്ടേ എനിക്കില്ല. പിന്നെ സഹോദരിക്ക് നിർബന്ധമാണെങ്കിൽ
ശകലം സംഭാരാകാം. സംഭാരം ഇല്ല ഇവിടെ. വേണ്ട, കുടിക്കുന്നതോ കഴിക്കുന്നതോ അല്ലല്ലോ കാര്യം. നമ്മുടെ മോനെ കണ്ടില്ലല്ലോ, എവിടെ പോയി? ഞാൻ കണ്ടില്ല. അങ്ങനെ പറയരുത്. മക്കളെ മനസ്സുകൊണ്ട് നമ്മൾ കാണണം. അവരെവിടെയൊക്കെ പോകുന്നു എന്നറിയണം. അല്ലെങ്കിൽ എന്തു പറ്റും? ആൺമക്കളെ അന്വേഷിച്ച് വല്ല പെൺപിള്ളേരുടെയും പേരൻസ് നമ്മുടെ വീട്ടിലേക്ക് തെരഞ്ഞു പിടിച്ചു വരും. അങ്ങനെ അന്വേഷിച്ചു വരുന്ന പേരൻസിന്റെ വായിലിരിക്കുന്നത് അത്രയും നമ്മൾ കേൾക്കേണ്ടി വരും. കാരണം അവര് വരുന്നതേ കുട്ടികളുടെ പ്രോഗ്രസ് കാർഡ് കാണിക്കാനായിരിക്കില്ലല്ലോ. പകരം പ്രഗ്നൻസി ടെസ്റ്റിന്റെ പോസിറ്റീവ് റിസൾട്ട് കാണിക്കാൻ വേണ്ടിയായിരിക്കും. ഇവിടുത്തെ വിശേഷങ്ങൾ ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും സിസ്റ്റർ ആശ്ചര്യപ്പെടുന്നത്. ഞാനേ അന്വേഷിച്ചറിഞ്ഞു. നമ്മളൊരു ഫാമിലിയിൽ ഒരു ആവശ്യത്തിന് ചെല്ലുമ്പോ ചില ഡേറ്റാസ് കളക്ട് ചെയ്യുമല്ലോ, അങ്ങനെ അറിഞ്ഞു. ഇത് വല്ലാത്ത കഷ്ടാണല്ലോ. ഒരു സമയത്ത് നന്ദനെ കൊണ്ടായിരുന്നു ശല്യം. അവള് പോയത് പിന്നെ സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പതേ പിന്നെ തുടങ്ങിയിരിക്കുന്നു. അവളുടെ ബന്ധുവാണ്, അമ്മയുടെ രണ്ടാം കെട്ടുകാരാണെന്നൊക്കെ പറഞ്ഞു. ആ പരാമർശം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അമ്മയുടെ രണ്ടാം കെട്ടുകാരൻ. സുമിത്രയ്ക്ക് നല്ല നർമ്മബോധമുണ്ട്. അമ്മയുടെ രണ്ടാം കെട്ടുകാരൻ സംസാരിക്കുന്നതേ അച്ഛന്റെ രണ്ടാം കെട്ടുകാരിയോടാണെന്നത്. അതിലൊരു കൗതുകമുണ്ടേ. ശിവരാമനെ കുറിച്ച് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. എന്റെ നോട്ടം ചെന്നുടക്കിയത് മൂപ്പരുടെ ഫോട്ടോയിലാണ്. ആള് പോയിട്ടും ആ പുഞ്ചിരി അങ്ങനെ അവിടെ അവശേഷിക്കുന്നുണ്ട്. അതൊരു സ്പെഷ്യൽ സ്മൈലാ. എന്തൊക്കെയോ ആന്തരാർത്ഥങ്ങളുള്ള പുഞ്ചിരി. ഒന്നോർത്താൽ നമ്മള് ഒരേ തൂവൽ പക്ഷികളാണ് സഹോദരി, തുല്യ ദുഃഖിതർ. ശിവരാമൻ തട്ടിക്കൊണ്ടുപോയ വിദ്യാഭാരതിയെ കെട്ടേണ്ടി വന്നു എനിക്ക്. വിദ്യാഭാരതിയെ തട്ടിക്കൊണ്ടുപോയ ശിവരാമന്റെ ഭാര്യയാകേണ്ടി വന്നു സുമിത്ര സിസ്റ്റർക്ക്. ഞാൻ വിദ്യയെ സ്നേഹിക്കുന്നു, സുമിത്ര ശിവരാമനെ സ്നേഹിക്കുന്നു. അത്രയും ഓക്കെ. ആ സമയത്തൊന്നും നമ്മള് തമ്മിൽ കണ്ടിട്ടില്ല. ഒരു മീറ്റിംഗ് ഉണ്ടായിട്ടില്ല. ഇപ്പൊ കണ്ടു. കാരണമാരാ? നന്ദന. പിന്നെ ആ നശിച്ചവളുടെ കാര്യം എന്നെ എന്തിനു ഓർമ്മിപ്പിക്കുന്നേ? ആ പെണ്ണ് നശിച്ചവളായതുകൊണ്ട് തന്നെ. അതേനെ, ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ സഹോദരിക്ക് ചില ദൃഷ്ടാന്തങ്ങൾ കണ്ട് ബോധ്യപ്പെടാം. എല്ലാം നേരിട്ടറിവുള്ളതല്ല സുമിത്രയ്ക്ക്. അതുകൊണ്ട് ഞാൻ പറയാം. ഉദയന്നൂരെ ഭാഗീരഥി അമ്മയെ അറിയാലോ? വിദ്യയുടെ മദർ, എന്റെ മദറില്ലോ, നന്ദനയുടെ ഗ്രാൻഡ് മദർ. ആ പെണ്ണെന്ന് പറഞ്ഞാലേ ജീവനായിരുന്നു ആ തളകി. അവൾ ഉണ്ടിട്ടേ അവരുണ്ണു, അവൾ ഉറങ്ങിയിട്ടേ അവരുറങ്ങൂ. എന്തിനേറെ നന്ദന ഒന്നു തുമ്മിയാൽ തള്ള രണ്ടങ്ങ് തുമ്മും. എന്നിട്ട് ആ പാർട്ടിക്ക് എന്ത് സംഭവിച്ചു? ശരീരം തളർന്നു പോയില്ലേ? ആ കിടപ്പങ്ങനെ കിടന്നു. ഒടുവിൽ നന്ദന ചെന്ന് ഒരിറ്റു വെള്ളം കൊടുത്തു. തള്ളേരെ കാറ്റു അങ്ങോട്ട് പോയി. അത് നമ്പർ 1. ഇനി നമ്പർ 2, സേതുലക്ഷ്മി. കോലോത്ത് നന്ദനയുടെ ഗോഡ് മദർ ആയിരുന്നില്ലേ? പൊളിറ്റിക്സിൽ ഫൈറ്റ് തെളിഞ്ഞു വരികയായിരുന്നു. ട്രെയിനിൽ കയറി ബാംഗ്ലൂർക്കൊരു പോക്ക് പോയതാ. പിന്നെ കാണുന്നത് ആംബുലൻസിൽ ബോഡിയും കൊണ്ടുവരുന്നതാ. അകാല മരണം. ദുരൂഹ സാഹചര്യത്തിലുള്ള 2 അപമൃത്യുവാ സംഭവിച്ചത്. അത് ഉദയന്നൂരെ കാര്യം. ഇവിടത്തെ കാര്യമോ? ശിവരാമന്റെ വാത്സല്യ ഭാജനമായിരുന്നല്ലോ നന്ദന. മോളേന്ന് വിളിച്ചാലേ തേനൊഴുകുമായിരുന്നില്ലേ? ആ ശിവരാമൻ ആയുസെത്തുന്നതിന് മുമ്പ് പോയില്ലേ? എങ്ങനെയാ മരിച്ചത്? സുമിത്ര പറ, എങ്ങനെയാ ശിവരാമൻ മരിച്ചത്? ജീവനെടുത്തത് ആരാണെന്ന്?
ആരാ